IPL എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് കോടികൾ മറിയുന്ന ലേലമാണ്. എന്നാൽ ഈ 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാമ്പിൽ നിന്ന് വരുന്നത് പണമല്ല, പ്രകടനമാണ് വലുതെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ്. വെറും 75 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിയൊരു താരം 28 കോടിയിലധികം രൂപയ്ക്ക് ടീം വാങ്ങിയ വമ്പൻ താരങ്ങളെയെല്ലാം മറികടന്ന് മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് സർഫറാസ് ഖാനെ കുറിച്ചാണ്. സീസണിലെ ആദ്യ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ CSKയുടെ ടോപ്പ് സ്കോറർ പട്ടികയിൽ ഒന്നാമത് സർഫറാസ് ഖാനാണ്. 3 കളികളിൽ നിന്നായി 99 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. കേവലം റൺസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ, 202.04 ആണ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ മാത്രം തിളങ്ങുന്ന താരമെന്ന് മുദ്രകുത്തപ്പെട്ട സർഫറാസ് T20യിലും താൻ അപകടകാരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. സ്പിന്നർമാരെ നേരിടുന്നതിലും മിഡിൽ ഓവറുകളിൽ സ്കോർ ഉയർത്തുന്നതിലും സർഫറാസ് കാണിക്കുന്ന പക്വത CSKയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ടീമിന്റെ ടോപ്പ് ഓർഡർ പതറുന്ന സമയത്ത് ടീമിനെ താങ്ങി നിർത്തുന്നത് ഈ 75 ലക്ഷക്കാരനാണ്. ഇനി നമുക്ക് നാണയത്തിന്റെ മറുപുറം നോക്കാം. ഈ സീസണിൽ CSK വലിയ പ്രതീക്ഷയുടെ വൻതുക വാങ്ങി നൽകിയ 2 താരങ്ങളാണ് കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും. ഏകദേശം 14.20 കോടി രൂപ വീതമാണ് ഇവർക്കായി മാനേജ്മെന്റ് ചിലവാക്കിയത്. അതായത് ആകെ 28.4 കോടി രൂപ. എന്നാൽ പ്രകടനം നോക്കിയാലോ, കാർത്തിക് ശർമ്മ 3 മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും 25 റൺസ് മാത്രമാണ്. ടീമിന് നല്ലൊരു തുടക്കം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഓൾറൗണ്ടർ എന്ന നിലയിൽ രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായി വന്ന പ്രശാന്ത് വീറിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ബാറ്റിംഗിൽ ചില മിന്നലാട്ടങ്ങൾ കാണിച്ചെങ്കിലും ഇതുവരെ ഒരു ഓവർ പോലും പന്തെറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. 28 കോടി മുടക്കിയ താരങ്ങൾ ഫോം കണ്ടെത്താൻ കഷ്ടപ്പെടുമ്പോഴാണ് സർഫറാസ് തന്റെ വില തെളിയിക്കുന്നത്. സർഫറാസിനെ പോലൊരു താരത്തെ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചത് ഭാഗ്യമാണെങ്കിൽ, വമ്പൻ തുക നൽകി വാങ്ങിയവർ ഫോമിലാവാത്തത് ടീമിന്റെ മൊത്തത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. വരും മത്സരങ്ങളിൽ പ്രശാന്ത് വീറിനെ ബൗളിംഗിൽ ഉപയോഗിക്കുമോ അതോ പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തുമോ എന്ന് കണ്ടറിയണം. ക്രിക്കറ്റ് ഒരു അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്. അവിടെ പണത്തേക്കാൾ വില കൽപ്പിക്കപ്പെടുന്നത് ആ ദിവസം നിങ്ങൾ മൈതാനത്ത് എന്തു ചെയ്യുന്നു എന്നതിനാണ്. സർഫറാസ് ഖാൻ അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. CSKയുടെ ഈ സീസണിലെ മുന്നേറ്റത്തിൽ സർഫറാസിന്റെ ഈ വെടിക്കെട്ട് ഇനിയും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.